നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹായ് പുതിയ AKG സെന്റർ ഉദ്ഘാടിച്ചേ എന്ന് തുള്ളിച്ചാടി വന്ന PK ശ്രീമതിയെ പൂരത്തെറി വിളിച്ചോടിച്ച് സോഷ്യൽ മീഡിയ. പഹൽഗാം ആക്രമണത്തിൽ അനുശോചിച്ച് ഒരു വരി കുറിപ്പ് ശ്രീമതിയുടെ ഫേസ്ബുക്ക് പേജിലില്ല. കപ്പിത്താൻ ഉദ്ഘാടനം നടത്തുമ്പോൾ തൊട്ടടുത്ത് ഇളിച്ചോണ്ട് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നു. രാജ്യം കണ്ണീർ പൊഴിച്ചു നിൽക്കുമ്പോൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കാമായിരുന്നു എന്ന് പല കോണിൽ നിന്ന്, എന്തിനേറെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ശബ്ദം ഉയർന്നിരുന്നു. എന്നാൽ 10-ാം ഉദയം സൂര്യൻ ബലവാനായി അത്യുച്ച രാശിയിൽ നിൽക്കുന്ന നല്ല നേരം നോക്കി തന്നെ ഉദ്ഘാടനം നടത്തണമെന്ന് കെ സൂര്യന്റെ ഒരു പിടിവാശി. അതിന് തുള്ളിച്ചാടിയ ശ്രീമതി നിന്ന് തല്ലുകൊള്ളുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ CPM-ന് കേരളത്തിൽ ആഘോഷരാവായിരുന്നു. പുതിയ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തതിൻ്റെ സന്തോഷം. നേതാക്കളുടെയൊക്കെ ഫേസ്ബുക്കിൽ നിറഞ്ഞതും ഉദ്ഘാടനത്തിൻ്റെ ചിത്രങ്ങൾ. പക്ഷേ സ്പീക്കർ AN ഷംസീറിന് കൈയടിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ പേജിൽ AKG സെന്റർ ഉദ്ഘാടനത്തിൻ്റെ ഒരു ചിത്രമില്ല, അഭിനന്ദന കുറിപ്പുമില്ല. പകരം പഹൽഗാം ആക്രമണത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തി കുറിപ്പ്. ഉദ്ഘാടന ചിത്രം പങ്കുവച്ച് ശ്രീമതി കുറിച്ചത് ഇങ്ങനെയാണ്: CPIM സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് AKG സെന്റർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഫോട്ടോയിൽ നേതാക്കന്മാരെല്ലാം ഡബിൾ ഹാപ്പി. ഇതും കൂടി കണ്ടതോടെ മലയാളിയുടെ നിയന്ത്രണം വിട്ടു. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ ഉള്ളത്, അതോ പ്രത്യേക യൂണിവേഴ്സിലെങ്ങാനും ആണോ എന്ന് മലയാളി പൊട്ടിത്തെറിച്ചു. കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഫിയെ അണിഞ്ഞു നിൽക്കുന്ന CPM നേതാക്കളെ നമ്മൾ കണ്ടതാണ്. പക്ഷേ സ്വന്തം രാജ്യത്ത് ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും പാർട്ടി ആഫീസിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ച് മാതൃക കാണിക്കാൻ കമ്മികൾക്ക് മനസ്സനുവദിച്ചില്ല. അതെങ്ങനെ? 10-ാം ഉദയം നല്ല നേരം, ആ നേരത്ത് ഉദ്ഘാടനം നടന്നില്ലെങ്കിൽ പിന്നെ സൂര്യൻ ബലവാനാകുന്ന അടുത്ത 10-ാം ഉദയം വരെ കാത്തിരിക്കണമല്ലോ. 10-ാം ഉദയത്തിന് ഉദ്ഘാടനം നടത്തിയാൽ അടുത്ത ഭരണം പിടിക്കാമെന്ന് പിണറായി വിജയനെ ഏതെങ്കിലും ജ്യോതിഷി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാമെന്ന് പരിഹാസവും ഇപ്പോൾ ഉയരുകയാണ്. ശ്രീമതിയുടെ തുള്ളിച്ചാട്ടത്തിന് മലയാളി ചില മറുപടികൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സമ്മതിക്കണം ശ്രീമതി, നിങ്ങളുടെ തൊലിക്കട്ടി. രാജ്യം ഒന്നാകെ കശ്മീരിൽ പതറി നിൽക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളെ ഏശുന്ന വിഷയമല്ല എന്ന നിങ്ങളുടെ നിലപാടുണ്ടല്ലോ, അത് നാശത്തിലേക്കുള്ള പോക്കാണ്. ഈ ഉദ്ഘാടനം മാറ്റിവെച്ച് രാജ്യത്തിനൊപ്പമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ജനം നിങ്ങളെ ജനകീയ പാർട്ടി എന്ന് വിളിച്ചേനെ, ജനകീയ സർക്കാർ എന്ന് വിളിച്ചേനെ. ശ്രീമതി കശ്മീരിലെ ആക്രമണത്തിൽ ഒരു പോസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. അവർക്കിതൊന്നും ബാധകമല്ല. ഗാസയിൽ ഇസ്രയേൽ പടക്കം പൊട്ടിച്ചാൽ കോഴിക്കോട് കടപ്പുറത്ത് ജനങ്ങളെ അണിനിരത്തും. പഹൽഗാമിൽ മരിച്ചത് കുറച്ച് ഹിന്ദുക്കൾ. CPM-ന് വല്ല നഷ്ടവും ഉണ്ടോ? ഇല്ല. വിഷുവിന് പടക്കം പൊട്ടിച്ചാൽ കുലുങ്ങുന്ന ഓഫീസാണോ തുന്നൽ ടീച്ചറെ തുടങ്ങി ശ്രീമതിക്ക് ഭേഷ കൊടുത്തിട്ടുണ്ട് മലയാളികൾ. പിണറായി വിജയനും പൂരത്തെറിവിളിയായിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി നിരവധി കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. എന്നാൽ ആ ദുഃഖം വെറും പൊള്ളത്തരം ആയിരുന്നല്ലേ എന്ന് മലയാളി തന്നെ തിരിച്ചു ചോദിച്ചു. മുഖ്യന്റെയും അക്കൗണ്ടിൽ പുതിയ കെട്ടിട ഉദ്ഘാടനവും ആർത്തുല്ലസിക്കുന്ന ചിത്രവും പ്രത്യക്ഷപ്പെട്ടതോടെ മലയാളി രോഷം കൊണ്ട് തിളച്ചു. മുഖ്യമന്ത്രി പങ്കുവച്ച കുറിപ്പ് അതുകൂടി ഒന്ന് നോക്കാം. തൊഴിലാളികളുടെയും കർഷകരുടെയും നിസ്വവർഗത്തിൻ്റെയും പ്രസ്ഥാനമായ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ ആസ്ഥാനം നിലവിൽ വന്നിരിക്കുകയാണ്. മാറിയ കാലത്തിൻ്റെ ഭാവുകത്വത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത പുതിയ AKG സെന്റർ വരും നാളുകളിലെ പാർട്ടിയുടെ മുന്നേറ്റത്തിന് ദിശാബോധം പകരുന്ന ഊർജ്ജ സ്രോതസ്സായി മാറും. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ പല പ്രധാന ഇടപെടലുകൾക്കും തുടക്കം കുറിച്ചത് നിലവിലെ AKG സെന്ററിൽ നിന്നാണ്. ജനകീയാസൂത്രണം, സാക്ഷരതാ യജ്ഞം പോലുള്ള വലിയ ആശയങ്ങളും കേരള പഠന കോൺഗ്രസ് പോലുള്ള ബൗദ്ധിക ഇടപെടലുകളും രൂപം കൊണ്ടതും ഇവിടെയാണ്. അത് പൂർണ്ണമായും പഠന ഗവേഷണങ്ങൾക്കായി മാറ്റിവെച്ചാണ് പുതിയ AKG സെന്റർ നിലവിൽ വന്നിരിക്കുന്നത്. പാർട്ടിയുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഒരു ആസ്ഥാനം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി അഹോരാത്രം പ്രയത്നിച്ച സഖാക്കൾ, എഞ്ചിനീയറിംഗ് വിഭാഗം രൂപകൽപ്പന ചെയ്തവർ, തൊഴിലാളികൾ തുടങ്ങിയ അസംഖ്യം പേർക്ക് അഭിനന്ദനങ്ങൾ. ഇതായിരുന്നു മുഖ്യമന്ത്രി പങ്കുവച്ച കുറിപ്പ്. കമന്റ് ബോക്സിൽ മലയാളി കയറി ഇറങ്ങി അങ്ങ് നിരങ്ങിയതോടെ CPM അടിമുടി പ്രതിരോധത്തിലായി.
ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യം ഒരു ഭീകരാക്രമണത്തിൽ വിറച്ച് വിറങ്ങലിച്ച് വേദനിച്ച് നിൽക്കുമ്പോൾ ഇതുപോലൊരു ഉദ്ഘാടനം മാമാങ്കം നടത്താൻ നാണമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ? നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടാകില്ല എന്നറിയാം. ചോറിങ്ങും കൂറങ്ങും എന്ന് പണ്ടേ നിങ്ങൾ ചൈനയുടെ കാര്യത്തിൽ തെളിയിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴിതാ വീണ്ടും നിരായുധരായ മനുഷ്യരെ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കെ വെടിവെച്ചിട്ടത് കണ്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യൻ്റെ ചിത്രം ഒരു തവണയെങ്കിലും നോക്കിയ ഒരു മനുഷ്യനും ഈ ദിവസം ചിരിക്കാനോ ആഘോഷിക്കാനോ കഴിയില്ല. ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളി കൂടിയുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയോ? ലോകം മുഴുവൻ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ദുഃഖം അറിയിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം മഹാമഹം നടത്തിയ CPM-ന് നല്ല നമസ്കാരം. നിങ്ങൾക്ക് രാജ്യസ്നേഹമോ മനുഷ്യത്വമോ ഇല്ല എന്നറിയാം. ഒരല്പം ഔചിത്യം പോലും ഇല്ലാതെ പോയല്ലോ. നിങ്ങൾക്ക് ഈ രാജ്യത്തോടും രാജ്യത്തെ മനുഷ്യരോടും എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ? രാജ്യം കണ്ണീരിലായിരിക്കുമ്പോൾ വിജയനും സംഘവും ആഘോഷ രാവിലാണ്. ഗാസയെ ഓർത്ത് നമുക്ക് കണ്ണീർ പൊഴിക്കാം. കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിലാകെ വികസിച്ചത് AKG സെൻറ്റർ, പിന്നെ മകളുടെ ബിസിനസ്സും. അണികൾ 3G ആണ്. സഖാക്കളുടെ വിയർപ്പിൻ്റെ മണമുള്ള ഓഫീസ്. 9 വർഷം കൊണ്ട് 9 നില. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷം ആകെ വികസിച്ചത് ഈ കെട്ടിടമാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു സമാധാനം. പാവങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ കൊട്ടാരം പണിത സഖാവിന് അഭിനന്ദനങ്ങൾ. ഈ മണിമാളികയുടെ ഫോട്ടോ എല്ലാ പാവപ്പെട്ട സഖാക്കളുടെയും പുരകളിൽ തൂക്കിയിടണം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഗുണം ഈ പാവങ്ങൾ എല്ലാ ദിവസവും നോക്കി സന്തോഷിക്കട്ടെ. പാവപ്പെട്ടവർ ഗതി പിടിച്ചില്ലെങ്കിലും ഇതുപോലൊരു വൻ ആധുനിക സൗധമുണ്ടാക്കാൻ മറ്റേത് പാർട്ടിക്ക് കഴിഞ്ഞു? നമുക്കതിൽ അഭിമാനിക്കാം. നമ്മുടെ കണ്ണിലെ ഉണ്ണികളായ നേതാക്കളായ സഖാക്കൾക്ക് താമസിക്കാൻ ഒരു മണിമാളിക എന്ന സ്വപ്നം ഇതാ സാക്ഷാത്കരിച്ചിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ ക്ഷേമം ഓരോ പ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഈ മണിമാളിക പണിയാൻ പ്രചോദനമായത്. പാർട്ടിയുടെ ഉന്നമനത്തിൽ അത്യധികം സന്തോഷിക്കുന്നു. ലാൽ സലാം സഖാവേ, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കരണം പുകയുന്ന കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെയുള്ളത്. പുതിയ AKG സെൻറ്റർ 9 നിലകളിലായി 60,000 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടമാണ്. അതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും കൂട്ടരും ചേർന്ന് അങ്ങ് ബഹുകേമമാക്കുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, വാർത്താ സമ്മേളനത്തിന് പ്രത്യേക ഹാൾ, സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ കോൺഫറൻസ് റൂം, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും PB അംഗങ്ങൾക്കും പ്രത്യേക ഓഫീസ്, താമസ സൗകര്യം, വിസിറ്റേഴ്സ് റൂം, സെല്ലാർ പാർക്കിംഗ്. ഇങ്ങനെ വിശാലതയിലേക്ക് മിഴി തുറക്കുകയാണ് പാർട്ടി ആസ്ഥാന കേന്ദ്രം. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ 2022 ഫെബ്രുവരിയിലാണ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പുതിയ മന്ദിരത്തിലേക്ക് പാർട്ടി പ്രവർത്തനം മാറ്റുന്നതോടെ പഴയ AKG സെൻറ്റർ പഠന ഗവേഷണ കേന്ദ്രമായി തുടരും. ഇതാണ് പ്ലാൻ. പാവപ്പെട്ടവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെ ആശ്വസിക്കാം പുതിയ AKG സെൻറ്റർ വന്നത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും കർഷകർക്കുമൊക്കെ ഏതു നേരവും ഈ AKG സെൻറ്ററിലേക്ക് കയറി വരാൻ കഴിയുമോ സഖാക്കളെ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഈ പറയുന്ന രവി പിള്ളയ്ക്കും അതുപോലെ തന്നെ ഫാരിസ് അബൂബക്കറിനുമൊക്കെ ചോദിക്കാതെയും പറയാതെയും ഏത് നേരത്തും ചെന്ന് കയറി ചർച്ചകളൊക്കെ നടത്താൻ പറ്റിയ ഒരു കേന്ദ്രമാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഇപ്പോൾ CPM-ന് നേരെ ഉയരുകയാണ്. ഇതുമാത്രമല്ല, പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. ഒഴിവുള്ള ദിവസം നോക്കിയാണ് ഏപ്രിൽ 23-ന് ഉദ്ഘാടനം നിശ്ചയിച്ചത്. എല്ലാ ദിവസവും പരിപാടികളാണ്. ഇന്നലെ വയനാടുണ്ടായിരുന്നു, നാളെ പത്തനംതിട്ടയിൽ പരിപാടിയുണ്ട്. എല്ലാവരുടെയും സൗകര്യം നോക്കിയാണ് ഇന്നത്തെ ദിവസം ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുത്തത്. പഞ്ചാംഗം നോക്കിയാണ് ഈ തീയതി തെരഞ്ഞെടുത്തതെന്ന് ചിലർ പറഞ്ഞുണ്ടാക്കി. അത്തരത്തിലുള്ളവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നീണ്ട ഒരു നമസ്കാരം നമുക്ക് കൊടുക്കാം. ഇതായിരുന്നു മുഖ്യമന്ത്രി പരിഹാസ രൂപേണ പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊന്നും ഏശുന്ന പാർട്ടി അല്ല ഇത്. അതെങ്കിലും അവർ മനസ്സിലാക്കണമായിരുന്നു. CPM-നെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങൾക്കിത് പുതുമയുള്ള കാര്യമല്ല. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമണം നേരിടുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നൊക്കെയാണല്ലോ CPM-കാർ എല്ലാ തവണയും എപ്പോഴും മൈക്ക് കിട്ടുമ്പോൾ കവലപ്രസംഗത്തിൽ ഗീർവാണം അടിക്കുന്നത്. അങ്ങ് കശ്മീരിൽ മരണപ്പെട്ടതും ജനങ്ങളാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ മാതൃകാപരമായ എന്തെങ്കിലും ചെയ്തോ? ഈ ഒരു ഉദ്ഘാടനം മാറ്റിവെച്ച് ഒരു
മാതൃക കാണിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അതോ ഈ കേരളം ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമല്ലേ? ഇതൊക്കെയാണ് ജനങ്ങൾക്ക് ഈ പാർട്ടിയോട് വിദ്വേഷം തോന്നുന്നതിൻ്റെ കാരണവും. ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള ഔചിത്യം പോലും ഇല്ലാത്ത ഒരു കൂട്ടരായി മാറിയിരിക്കുകയാണ് ഈ പാർട്ടിയിലുള്ളവരെല്ലാം. VS ആയിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ എപ്പോഴേ ആ പരിപാടി മാറ്റിവെച്ചേനെ. ആ ഒരു ബോധമുള്ള അവസാന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നീട് ഇങ്ങോട്ടുള്ളതെല്ലാം അവനവൻ്റെ നിലനിൽപ്പിനും സുഖസൗകര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കുറേ ആൾക്കാർ. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊന്നും നിങ്ങൾ പറഞ്ഞു കളയരുതേ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.